മലബാറിലെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി പി വി കുട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം മലബാറിൽ മഴയുടെ സാധ്യതകൾ, മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ് എന്ന്. കുട്ടൻ, സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ മലബാറിൽ മഴ കനക്കും എന്ന മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും കണ്ണൂരും കാസർഗോഡും ഒക്കെ കൂടുതൽ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മഴ ആ രീതിയിൽ പെയ്യുന്നുണ്ടോ അവിടെ? മനു, മഴ പെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലൊക്കെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഈ കാലവർഷത്തിനതി കെടുതികളൊന്നും തന്നെ ഇതുവരെയും എവിടെയും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ മലബാറുകാർക്ക്, പ്രത്യേകിച്ച് മലയോര പ്രദേശവാസികൾക്കൊക്കെ നെഞ്ചിൽ എപ്പോഴും ആദിയാണ്. പക്ഷേ അങ്ങനെ ഒരു വലിയ കെടുതികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കനത്ത ജാഗ്രതയിൽ തന്നെയാണ് മലയോരവും തീരദേശവും ഒക്കെ ഉള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. അതുപോലെ കണ്ണൂരും കാസർഗോഡും ഒക്കെ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുട്ടികൾ, നമുക്കറിയാം, ഈ കുളത്തിലൊക്കെ കുളിക്കാൻ വേണ്ടി പോകും. വെള്ളക്കെട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുളങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുഴകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. അവിടങ്ങളൊന്നും കുളിക്കാൻ ഇറങ്ങരുത്, കടലിൽ നീന്താൻ ഇറങ്ങരുത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനു, ശരി. അപ്പോൾ അങ്ങനെയാണ് മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. മലബാറിൽ മഴ കനക്കും. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ, കോഴിക്കോട് ജില്ലകളിലൊക്കെ നല്ല മഴ പല ഘട്ടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നു. ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന മഴയുടെ ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്തിറങ്ങുക എന്ന് പറയുന്ന പ്രതിഭാസമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ കഴിയുന്നത്. അത് വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നത്. ഉരുൾപൊട്ടലുകൾക്കൊക്കെ, മണ്ണിടിച്ചിലുകൾക്കൊക്കെ സാധ്യത വരുത്തുന്നതാണ് അത്തരത്തിലുള്ളൊരു മഴയുടെ പെയ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കുക. നമുക്ക് ചിങ്ങമാസം പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും മഴയൊക്കെ കുറഞ്ഞ് നല്ല തെളിവിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. മഴ മാറി മാനം തെളിയുന്ന കാലത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം.